ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ കെ.പി. യോഹന്നാന്റെ മൃതദേഹം തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്ത് പൊതുദർശനത്തിന് വയ്ക്കും. നാളെയാണ് സംസ്കാര ശുശ്രൂഷകൾ. യുഎസിലെ ഡാലസിൽ ഇന്നലെയാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത്. ശരണ്യ സ്നേഹജനുണ്ട്. ശരണ്യ, സംസ്കാരത്തിനായുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ്? അല്പസമയം മുമ്പാണ് ബിലീവേഴ്സ് ചർച്ചിന്റെ പരമാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹൻ മെത്രാപ്പൊലീത്തയുടെ മൃതദേഹം ഇപ്പോൾ പൊതുദർശനത്തിനായി ബിലീവേഴ്സ് ചർച്ച് ആസ്ഥാനത്തുള്ള കൺവെൻഷൻ സെന്ററിൽ എത്തിച്ചിരിക്കുന്നത്. ഇന്നലെ അമേരിക്കയിലെ ഡാലസിൽ നിന്നും കൊച്ചിയിലെത്തിയ മൃതദേഹം അവിടെ പിന്നീട് ശുശ്രൂഷകളൊക്കെ നടത്തി വിലാപയാത്രയാണ് നിരണത്തേക്ക് എത്തിച്ചത്. നിരണത്തെ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിലെത്തി അവിടുത്തെ പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷമായിരുന്നു പൗരാവലിയുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ഇന്നലെ രാത്രിയോടുകൂടി സഭാ ആസ്ഥാനത്ത് മാനിയാടിയിലെ ബിലീവേഴ്സ് ചർച്ച് സഭാ ആസ്ഥാനത്തേക്ക് എത്തിച്ചത്. ഇപ്പോൾ കൺവെൻഷൻ സെന്ററിലേക്ക് അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നിരണം പോലെയുള്ള ഒരു സാധാരണ കുട്ടനാടൻ പ്രദേശത്തു നിന്നും ഇത്തരത്തിലൊരു വലിയ സഭയുടെ അധ്യക്ഷനായി വളർന്ന അദ്ദേഹം പിന്നീട് രാജ്യത്തിന് പുറത്തും നിരവധി ബിലീവേഴ്സ് സഭയുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയായിരുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം, ആലപ്പുഴയിൽ തന്നെയാണെങ്കിലും തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന ബിലീവേഴ്സ് ആശുപത്രി അടക്കമുള്ള വിവിധ ആതുരശുശ്രൂഷ രംഗത്തടക്കം വിവിധ നേട്ടങ്ങൾ കൈവരിച്ച ഒരു സഭയുടെ അധിപൻ കൂടിയായിരുന്നു അദ്ദേഹം. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഡാലസിൽ അദ്ദേഹത്തിന്റെ വാഹനാപകടത്തിൽ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്. പിന്നീട് അവിടെ ചികിത്സയിലിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്തത്. നമ്മളിവിടെ എത്തിയ ആദ്യഘട്ടം മുതൽ തന്നെ വലിയ വിശ്വാസികളാണ് ഈ ബിലീവേഴ്സ് ചർച്ചിന്റെ ആസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ വിവിധ ഇടങ്ങളിലും ഒപ്പം തന്നെ രാജ്യത്തിന് പുറത്തും ശ്രീലങ്കയും നേപ്പാളും അടക്കമുള്ള രാജ്യങ്ങളിലുമടക്കം 30 ബിഷപ്പുമാർ അടങ്ങുന്ന ഒരു സഭയാണ് ബിലീവേഴ്സ് ചർച്ച്. അത്രയധികം വലിയ ഒരു സഭയായി ഇപ്പോൾ വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നത് മാത്രമാണ്. മാത്രമല്ല, ഒരു സഭാധ്യക്ഷന് കോടികളുടെ ആസ്തി ഉണ്ടാവുക, ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടാവുക, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ അത്തരത്തിൽ വലിയൊരു സമ്പന്നമായ ഒരു സഭ കൂടിയാണ് ബിലീവേഴ്സ് സഭ എന്ന് നമുക്ക് പറയാം. എന്തായാലും അദ്ദേഹത്തിന്റെ കുടുംബവും കഴിഞ്ഞ കുറേ നാളത്തെ പ്രവർത്തനത്തിനിടയിൽ പ്രത്യേകിച്ച് അദ്ദേഹം വിദേശത്തടക്കം അമേരിക്കയിലടക്കം നടത്തിയ സുവിശേഷവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ ആസ്ഥാനം, അതായത് സഭയുടെ ആസ്ഥാനം രൂപീകരിച്ചത് തിരുവല്ലയിലേക്ക് എത്തി സ്വന്തം നാട്ടിലേക്ക് എത്തി നിരണത്തായിരുന്നു. അത്തരത്തിൽ ഇവിടെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ ആതുര സേവന രംഗത്ത് ബിലീവേഴ്സ് ആശുപത്രി ആണെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും അത്തരത്തിൽ നിരവധി സ്ഥാപനങ്ങളടക്കം ഉള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഭ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ അദ്ദേഹത്തെ കാണാനായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളും ഇവിടെ പൊതുദർശനത്തിനായി എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നേപ്പാളും ഒപ്പം തന്നെ തമിഴ്നാട് അങ്ങനെയുള്ള രാജ്യത്തിന് പുറത്തു നിന്നും രാജ്യത്തിനകത്തു നിന്നുമുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉൾപ്പെടെ എത്തിയിട്ടുണ്ട്. എന്നാലും ഇന്ന് വൈകിട്ട് വരെയാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ കെ.പി. യോഹന്നാന്റെ മൃതദേഹം തിരുവല്ലയിലെ സഭാ ആസ്ഥാനത്തിന് പൊതുദർശനത്തിന് വയ്ക്കും. നാളെയാണ് സംസ്കാര ശുശ്രൂഷ. യുഎസിലെ ഡാലസിൽ നിന്ന് ഇന്നലെയാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത്. വിവരങ്ങൾ നൽകിയത് ശരണ്യ സ്നേഹജൻ.